ഗുഡ് ഈവനിങ് ടു എവറി വൺ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ശിവം വി ആചാര്യ. ഇന്ന് ഞാൻ +2 ടോപ്പിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ +2 ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുന്നേ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്നാൽ മാത്രമാണല്ലോ എനിക്ക് ഒരു ഉത്സാഹം കിട്ടുകയുള്ളൂ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ. അറിയണമല്ലോ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഫോക്കസ് ഏരിയ ബേസ് ആയിട്ടുള്ള കെമിസ്ട്രിയുടെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കെമിസ്ട്രി ഇൻ അവർ എവറിഡേ ലൈഫ്. അപ്പോൾ ഇതിൽ നമുക്ക് 3 കാര്യങ്ങളാണ് പ്രധാനമായി പഠിക്കാനുള്ളത്. എന്താണ് ആൻറ്റാസിഡ്സ്, എന്താണ് ആൻറ്റി മൈക്രോബിയൽസ്, എന്താണ് ന്യൂറോളജിക്കൽ ഡ്രഗ്സ് അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ആക്റ്റീവ് ഡ്രഗ്സ്. ആൻറ്റാസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, it is the chemical substance which reduce the acidity of stomach. Examples: sodium hydrogen carbonate, metal hydroxide, ranitidine. അപ്പോൾ വയറിലുള്ള എസിഡിറ്റിയെ കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു കെമിക്കൽ പദാർത്ഥമാണ് ആൻറ്റാസിഡ്സ്. ഇതിൻ്റെ എക്സാമ്പിൾസ് പലപ്പോഴും ചോദിക്കാറുണ്ട്, അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കാം. ഇനി എന്താണ് ന്യൂറോളജിക്കൽ ആക്റ്റീവ് ഡ്രഗ്സ്? അപ്പോൾ ന്യൂറോളജിക്കൽ ആക്റ്റീവ് ഡ്രഗ്സ് 2 തരത്തിലുണ്ട്. ഒന്നാമത്തേത് ട്രാങ്കുലൈസേഴ്സ്, രണ്ടാമത്തേത് അനാൽജസിസ്. അനാൽജസിസ് തന്നെ നമുക്ക് 2 ടൈപ്പ് പഠിക്കാനുണ്ട്, നോൺ നാക്രോലിറ്റിക്കും നാക്രോട്ടിക്കും. അപ്പോൾ നോൺ നാക്രോട്ടിക്കും നാക്രോട്ടിക് അനാൽജസിസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം ട്രാങ്കുലൈസേഴ്സ് എന്താണെന്ന് നമുക്ക് വിശദീകരിക്കാം. ട്രാങ്കുലൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കെമിക്കൽ കോമ്പൗണ്ട്സ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്ട്രെസ് ആൻഡ് മെൻ്റൽ ഡിസോർഡർ ഓഫ് എ വെൽബീങ്. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മാനസിക ഡിസോർഡർ, മെൻ്റൽ ഡിസോർഡർ, അതേപോലെ സ്ട്രെസ്സിനെ റിലീഫ് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇത്. ഇതിന് കുറേ എക്സാമ്പിൾസ് ഉണ്ട്, അത് പഠിച്ചു വെക്കുക. ഒന്നാമത്തത് ക്ലോർഡൈസിപ്പെറോക്സൈഡ് ആൻഡ് മെപ്രോബമേറ്റ് ആർ മൈൽഡ് ട്രാങ്കുലൈസേഴ്സ് യൂസ്ഡ് ഫോർ ടെൻഷൻ. ഇപ്പോൾ ടെൻഷന് യൂസ് ചെയ്യുന്ന 2 ട്രാങ്കുലൈസേഴ്സാണ് മെപ്രോബമേറ്റും അതേപോലെ ക്ലോർഡൈസിപ്പെറോക്സൈഡും. പേര് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പഠിക്കാനേ നിവർത്തിയുള്ളൂ, കാരണം അത്രയും നമുക്ക് കട്ട് ചെയ്തിട്ടാണല്ലോ ഫോക്കസ് ഏരിയ തന്നത്. അപ്പോൾ വലിയ ചാപ്റ്ററൊക്കെ ചെറുതായി കഴിഞ്ഞാൽ കുറച്ചെങ്കിലും പഠിച്ചാലാണ് മാർക്ക് കിട്ടാൻ. കുറച്ചെങ്കിലും പഠിക്കുക. രണ്ടാമത്തത് ഇക്വാനിൽ എന്ന് പറയുന്നൊരു ട്രാങ്കുലൈസേഴ്സ് ഉണ്ട്. അത് ഹൈപ്പർ ടെൻഷനും ഡിപ്രഷനെ കൺട്രോൾ ചെയ്യുന്നതാണ്. അതാണ് മെയിൻലി ചോദിക്കാറ്, കാരണം കുട്ടികൾക്ക് അതാണ് മെയിൻലി പഠിക്കാൻ പറ്റുക. കുട്ടികൾക്കല്ല, ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക്. അപ്പോൾ ഇക്വാനിൽ, ഇക്വാനിൽ EQUANIL ഇക്വാനിൽ കൺട്രോൾ ഡിപ്രഷൻ ആൻഡ് ഹൈപ്പർ ടെൻഷൻ. മൂന്നാമത്തത് ഐപ്രോനൈസൈഡ് ആൻഡ് ഫിനൈൽസിൻ യൂസ്ഡ് ഫോർ ആൻറ്റി ഡെസ്പെറൻറ്റ് ഡ്രഗ്സ്. അപ്പോൾ ഡിപ്രഷനെ കുറയ്ക്കാൻ അല്ലെങ്കിൽ ഡിപ്രഷന് റിലീഫ് നടക്കാൻ ആണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തതിലേക്ക് ഞാൻ കിടക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായ അനാൽജസിസ് ഞാൻ പറഞ്ഞു, നെക്രോട്ടിക്കും ഉണ്ട്, നോൺ നെക്രോട്ടിക്കും ഉണ്ട്. അപ്പോൾ നോൺ നെക്രോട്ടിക് എന്തായിരിക്കും? നോൺ നെക്രോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ അനാൽജസിസ് വിച്ച് ഗിവ് ഇമ്മീഡിയറ്റ് റിലീഫ്. നെക്രോട്ടിക് എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് റിലീഫ് അല്ല, അവർ എന്താക്കാണ്, പെയിനിനെ എന്താക്കുന്നില്ല, റിമൂവ് ചെയ്യുന്നില്ല. They do not remove the pain. Necrotically, they do not relieve pain. And they only give the feelings
ഓഫ് ദ റിമൂവൽ ഓഫ് പെയിൻ. അത് കാര്യം മനസ്സിലാക്കാൻ അത്രയും എന്താക്കിയിട്ടാണ് പറഞ്ഞത്, കുറച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 2 പോയിൻ്റാണ് അതിൽ വരുന്നത്. ദേ ഡു നോട്ട് റിമൂവ് ദ പെയിൻ നാക്രോട്ടിക്കലി ആൻഡ് ദേ ഓൺലി ഗിവ് ദ ഫീലിംഗ് ഓഫ് റിമൂവൽ ഓഫ് പെയിൻ. അത് 2 തന്നെ എഴുതി വെച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും, അവിടെ ഫുൾ മാർക്ക് തന്നെ കിട്ടും. അതാണ് അതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാക്രോട്ടിക്കിൽ നമുക്ക് സ്ലീപ്പിംഗ് കൂടും, കാരണം പെയിൻ റിലീഫിൻ്റെ ഒരു ഫീലിംഗ് ആണല്ലോ ഉണ്ടാവുന്നത്. ഇനി നോൺ നാക്രോട്ടിക്കിൽ പറയുമ്പോൾ അവിടെ ഇമ്മീഡിയറ്റ് റിലീഫ് ഓഫ് പെയിൻ. ഇവിടെ ഫീലിംഗ് അല്ല, ഇവിടെ പെയിൻ റിലീഫ് ചെയ്യുന്നത്. ആൻഡ് റിമൂവൽ ഓഫ് പെയിൻ. ഈ 2 പോയിൻ്റ് പഠിച്ചു വെക്കാം. നോൺ നാക്രോട്ടിക്കിൻ്റെ എക്സാമ്പിളാണ് ആസ്പിരിൻ ഫോർ ഹാർട്ട് ആൻഡ് പാരസെറ്റാമോൾ ഫോർ ദ ഫീവർ. ഈ ഹാർട്ടും ഫീവറും പഠിക്കണമെന്നില്ല, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആസ്പിരിൻ, പാരസെറ്റാമോളും അതേപോലെ നോവാൾജിൻ എന്ന് 3 പേര് പഠിച്ചു വെച്ചാലും മതി. 3 മെഡിസിൻ അല്ലെങ്കിൽ ഈ മെഡിക്കൈൻസിൻ്റെ പേര് പഠിച്ചാലും മതി. നെക്രോട്ടിക്കിൽ വരുന്നത് മോർഫിൻ, എച്ച് ക്രോയിൻ ആൻഡ് കോഡ്സിനിക്. ഇത് പഠിച്ചു വെച്ചാലും മതി. ഇനി 3ാമത്തെ ടോപ്പിക്കാണ് നമ്മളെ ആൻറ്റിസെപ്റ്റിക് ആൻഡ് ഡിസിൻഫെക്റ്റൻറ്റ്. അപ്പോൾ ആൻറ്റിസെപ്റ്റിക് ആർ യൂസ്ഡ് ഓർ കെമിക്കൽസ് വിച്ച് kill the മൈക്രോ ഓർഗാനിസംസ്, ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്, ആൻഡ് പ്രിവെൻറ്റ് ഓർ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത്. ഇപ്പം എന്താണ് ഇവിടെ മൈക്രോ ഓർഗാനിസം, ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ കുറയ്ക്കുകയും അതേപോലെ മൈക്രോ ഓർഗാനിസത്തിനെ കിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ലിവിങ് organisms or living tissues such as skin surface, then wound, cut, ulcers, etc. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഡെറ്റോൾ, ദെൻ വേറെ പറയുകയാണെങ്കിൽ 0.2% ഫിനോൾ ആൻഡ് ടിൻക്ചർ ഓഫ് അയോഡിൻ. അതും പിന്നെ ഡിസിൻഫെക്റ്റൻസ് എന്ന് പറയുമ്പോൾ ദിസ് കെമിക്കൽ സബ്സ്റ്റൻസ് ഓർ കെമിക്കൽസ് വിച്ച് കിൽ ദ മൈക്രോ ഓർഗാനിസം. ഓക്കെ, ഇവർ കിൽ ചെയ്യൂ, പക്ഷെ എന്താക്കൂല, പ്രിവെൻ്റ് ഒന്നും ചെയ്യാതെ അന്നേരം തന്നെ കിൽ ചെയ്താളും. ഇവരാണെങ്കിൽ ചില ഹാംഫുൾ ഓർഗാനിസത്തിന് എന്താക്കും, കിൽ ചെയ്യൂല, ഇൻഹിബിറ്റ് ചെയ്യും ഗ്രോത്തിനെ. അതാണ് ഡിഫറൻസ്. ഇനി ഡിസിൻഫെക്റ്റൻസിൻ്റെ എക്സാമ്പിൾസ് Cl2, SO2 ഒക്കെ വരുന്നുണ്ട്. അത് എന്താണ്, നമ്മൾ ഫിനോൾ വരുന്നുണ്ട്. അത് സാധാരണ നമ്മൾ ഫ്ലോറിലാണ് യൂസ് ചെയ്യാൻ. ഫിനോയിലൊക്കെ വീട്ടിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഫിനോയിൽ വെള്ളത്തിലിട്ട് തുടക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആൻറ്റിസെപ്റ്റിക്സിൽ നമുക്ക് വൂണ്ട് പറ്റിയാൽ അല്ലെങ്കിൽ ഒരു മുറിവ് പറ്റിയാൽ നമ്മൾ ഡെറ്റോൾ യൂസ് ചെയ്യും. അത് മനസ്സിലാക്കി വെക്കാം. ഇനി എന്താണ് ആൻറ്റിബയോട്ടിക്സ്? അത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാണ്. ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ ആൻഡ് ദേ കിൽ ദ ബാക്ടീരിയ. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അവരെന്താക്കാണ്, കിൽ ചെയ്യാണ്. ഓക്കെ, ദേ ആർ ബാക്ടീരിയൽ ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റ് എന്നും പറയും. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് വേർഡ്, ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റ് പറയും. എക്സാം ചോദിക്കാറുണ്ട്, വൈ ദ ആൻറ്റിബയോട്ടിക്സ് ആർ കോൾഡ് ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റ്സ് എന്ന് ചോദിക്കാറുണ്ട്. അതും പഠിച്ചു വെക്കാം. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഈ സത്യത്തിൽ പറഞ്ഞാൽ പഠിക്കാനുള്ളത്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കഴിഞ്ഞു. നമ്മൾ ജസ്റ്റ് വിശദീകരിച്ചുകൊണ്ടാണ് ഇത്രയും സമയം പോയത്. 5 മിനിറ്റ് കൊണ്ട് തന്നെ വായിച്ച് പഠിക്കാവുന്ന ഒരു സമയമുള്ളൂ. പിന്നെ ചില ആൾക്കാർ ചോദിക്കും, ആൻറ്റിബയോട്ടിക്സിൽ ബാക്ടീരിയോസ്റ്റാറ്റിക്സും ബാക്ടീരിയോസിഡലും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് വായിച്ച് പോയാൽ മതി.
അതത്ര മെയിനൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് പോയാൽ മതി. ഇതാണ് മെയിൻ, ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് മെയിൻ. അപ്പോൾ ഓക്കെ, ബൈ.